പ്രിയപ്പെട്ട ശ്രീരാഗം കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ദേവിയെക്കുറിച്ചുള്ള കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാർക്കണ്ഡേയ പുരാണാന്തർഗതമായുള്ള 13 അധ്യായങ്ങൾ ദേവീമാഹാത്മ്യം എന്ന പേരിൽ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നു. 14 മന്വന്തരങ്ങളുള്ളതിൽ രണ്ടാമത്തേതായ സ്വാരോജിഷ മന്വന്തരത്തിൽ രാജാവായി വാണിരുന്ന സുരതൻ എന്ന രാജാവിനും സമാധി എന്നു പേരായ ഒരു വൈശ്യനും സുമേധസ് എന്ന മഹർഷി ജഗദംബികയുടെ കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ 13 അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. മധു കൈടഭവധം, മഹിഷവധം, ധൂമ്രലോചനവധം, ചണ്ഡമുണ്ടാസുരവധം, രക്തബീജാസുരവധം, നിസുംബാസുരവധം എന്നീ കഥകൾ ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു. നിസുംഭാസുരന്മാരെ വധിച്ച് ദേവന്മാരുടെ സങ്കടത്തിന് അറുതി വരുത്തിയ ദേവിയെ അവർ ദിവ്യങ്ങളായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് പൂജിച്ചപ്പോൾ പ്രസന്നയായ ദേവി ദേവന്മാരോട് എന്തു വരം വേണമെങ്കിലും വരിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. ആ അവസരത്തിൽ ദേവന്മാർ ദേവിയോട് ആവശ്യപ്പെട്ട വരം സർവബാധാപ്രശമനം ഒന്നു മാത്രമായിരുന്നു. ഭാവിയിൽ എപ്പോഴെല്ലാം സങ്കടങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം താൻ അവതരിച്ച് ശത്രുസംഹാരം ചെയ്ത് പരിപാലിച്ചു കൊള്ളാമെന്ന് ദേവി അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. അനാവൃഷ്ടിയാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാലം വരുമെന്നും അന്ന് താൻ ശതാക്ഷി, ശാകംഭരി എന്നീ നാമധേയമുള്ളവളായി അവതരിക്കുമെന്നും ദുർഗമൻ എന്ന അസുരനെ വധിച്ച് ദുർഗ എന്ന നാമധേയം ലഭിക്കുമെന്നും അരുണൻ എന്ന അസുരനെ വധിക്കുവാൻ ഭ്രാമരീ ദേവിയായി അവതരിക്കുമെന്നും ദേവി ദേവന്മാരോട് അരുളി ചെയ്തു. ശതാക്ഷി എന്ന നാമം ലഭിക്കുവാൻ കാരണമായ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഹിരണ്യാക്ഷൻ്റെ വംശത്തിൽ രുരുവിൻ്റെ പുത്രനായി ദുർഗമൻ എന്ന ഒരു അസുരനുണ്ടായി. അതിദുഷ്ടനായ അവൻ ദേവന്മാരെ നശിപ്പിക്കുവാനുള്ള മാർഗം വേദങ്ങളെ നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി വേദങ്ങളും മന്ത്രങ്ങളും സ്വായത്തമാക്കി. അവയെ നശിപ്പിക്കാമെന്ന് നിശ്ചയിച്ച് അവൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. വേദങ്ങളും ബ്രാഹ്മണരിലുള്ള മന്ത്രങ്ങളും തനിക്ക് സ്വായത്തമാക്കണമെന്നുള്ള വരം വരിച്ചു. ബ്രഹ്മാവ് ആ വരം നൽകി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. വരബലം കൊണ്ട് വേദമന്ത്രാദികൾ അസുരൻ്റെ അധീനത്തിലായപ്പോൾ ബ്രാഹ്മണർക്ക് അവ തോന്നാതായി. തൽഫലമായി യജ്ഞങ്ങളെല്ലാം മുടങ്ങി. ദേവാദികൾക്ക് ഹവിസ് ലഭിക്കുന്നതും നിലച്ചു. ദുർഗമാസുരൻ പിന്നീട് അമരാവതിയെ ആക്രമിച്ചു. ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും മേരുപർവ്വതത്തിലെ ഗുഹകളിൽ പോയി ഒളിച്ചിരിക്കേണ്ടതായും വന്നു. യജ്ഞഹോമാദികൾ മുടങ്ങിയപ്പോൾ ഭൂമിയിൽ മഴയില്ലാതായി. വരൾച്ചയും ക്ഷാമവുമായിരുന്നു അനന്തരഫലം. മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങി തുടങ്ങി. വൃക്ഷലതാദികൾ വാടി ഉണങ്ങിക്കരിഞ്ഞു. ബ്രാഹ്മണർ ഹിമാലയ സാനുക്കളിൽ ഒത്തുകൂടി ഏകാഗ്രചിത്തരായി ജഗദംബികയെ ധ്യാനിച്ചു. അവരിൽ പ്രസന്നയായ ദേവി അനേക നേത്രങ്ങളോടുകൂടിയവളായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീലാഞ്ജന വർണ്ണത്തോടും വിശാല നേത്രങ്ങളോടും ഫലമൂലങ്ങൾ, ശാഖങ്ങൾ, അതായത് പച്ചക്കറികൾ, പുഷ്പങ്ങൾ എന്നിവയേന്തിയ കരങ്ങളോടും ചാപം, ബാണം മുതലായ ആയുധങ്ങളോടും കോടി സൂര്യപ്രഭയോടും കൂടി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ലോകമാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. 7 രാപ്പകൽ ദേവി പൊഴിച്ച ആ കണ്ണീർ മഴ കൊണ്ട് ജലാശയങ്ങൾ കവിഞ്ഞൊഴുകി. ഭൂമിയിൽ ഔഷധികൾ മുളച്ചു വളർന്നു. മേരുവിൽ പോയി അഭയം തേടിയ ദേവന്മാരെല്ലാം പുറത്തു വന്ന് ബ്രാഹ്മണരോടൊത്ത് ദേവിയെ സ്തുതിച്ചു. ലോകത്രാണനാർത്ഥം അനേക നേത്രങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ട ദേവിയെ അവർ ശതാക്ഷി എന്ന നാമം ചൊല്ലി പുകഴ്ത്തി. അവരുടെ സ്തുതി കേട്ട സന്തുഷ്ടയായ ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശാഖങ്ങളും ഫലമൂലാദികളും അവർക്ക് നൽകി. ഭൂമിയിൽ വീണ്ടും അവ ഉണ്ടാകുന്നതുവരെ അവർക്ക് ഭക്ഷണമായി അവ ഉപകരിച്ചതിനാൽ ദേവിക്ക് ശാകംഭരി എന്ന നാമധേയവും ലഭിച്ചു.
ദുർഗമാസുരനെ വധിച്ച് വേദമന്ത്രാദികളെ രക്ഷിക്കുവാനായി അവരെല്ലാം ദേവിയോട് പ്രാർത്ഥിച്ചു. ദേവിയുടെ ആവിർഭാവവും മറ്റു കാര്യങ്ങളും ദൂതൻ മുഖേന അറിഞ്ഞ ദുർഗമാസുരൻ ദേവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ്റെ സൈന്യം ദേവന്മാരെയും ബ്രാഹ്മണരെയും തടഞ്ഞ് എതിർക്കാൻ തുടങ്ങി. അവരെല്ലാം രക്ഷ രക്ഷ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഉടനെ തന്നെ ദേവി അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് ഒരു കോട്ട സൃഷ്ടിച്ച് അതിന് പുറത്ത് വെച്ച് അസുരനുമായി യുദ്ധം ചെയ്തു. യുദ്ധം ശക്തിമത്തായപ്പോൾ ദേവിയുടെ ദേഹത്തിൽ നിന്ന് കാളി, ഭൈരവി, മാതങ്കി, ബാല, താരിണി, ലക്ഷ്മി, ത്രിപുര, കാമാക്ഷി, ത്രിപുരസുന്ദരി, തുലജ, ബഗള, ചിന്നമസ്തക, മോഹിനി, ഗുഹ്യകാളിക, ജംബിനി എന്നിത്യാദി ഒട്ടനവധി ശക്തി സ്വരൂപിണികൾ ജനിക്കുകയും ആയുധങ്ങളും കയ്യിലേന്തി അസുര സൈന്യവുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ദേവിയും ദാനവനും തമ്മിൽ 10 ദിവസം യുദ്ധം നടന്നു. 11-ാം ദിവസം ആ അസുരൻ രക്തചന്ദനവും രക്തമാല്യാംബരങ്ങളും ധരിച്ച് തേരിൽ കയറി വന്ന് ശക്തിരൂപിണികളെ നേരിട്ട ശേഷം ദേവിയുടെ മുന്നിൽ രഥം നിർത്തി. ദേവി സാരഥിയെയും കുതിരകളെയും ബാണങ്ങളെയ്ത് വധിച്ച ശേഷം 5 ബാണങ്ങൾ പ്രയോഗിച്ചു. ദൈത്യൻ്റെ വക്ഷസ് ഭേദിച്ചു. അവൻ രക്തം വമിച്ചുകൊണ്ട് മരിച്ചു വീണു. ദുർഗമാസുരനെ വധിച്ച ദേവിയെ ദേവന്മാർ ദുർഗ എന്ന പേരിൽ ആരാധിച്ചു. സന്തുഷ്ടയായ ദേവി അസുരനിൽ നിന്ന് വേദങ്ങളും മന്ത്രങ്ങളും വീണ്ടെടുത്ത് ബ്രാഹ്മണർക്ക് നൽകിയിട്ട് അവയെ വേണ്ടും വിധം ഉപാസിച്ച് സംരക്ഷിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ഇങ്ങനെ ഒരേ അവതാരത്തിൽ തന്നെ ദേവിക്ക് ശതാക്ഷി, ശാകംഭരി, ദുർഗ എന്നിങ്ങനെയുള്ള 3 പുണ്യനാമധേയങ്ങളും ഉണ്ടായി. എൻ്റെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.